സംഭവത്തിൽ NDA പ്രതിനിധികൾക്കെതിരെ കേസെടുത്തു. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തത്. ഷാരിഖ് നവാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാരിഖ്, ഇതിപ്പോൾ ആർക്കൊക്കെതിരെയാണ് കേസെടുത്തത്? മറ്റു കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ അതെങ്ങനെയാണ്? വർഷ, പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് NDA പ്രതിനിധികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് കണ്ടാൽ അറിയാവുന്ന NDA പ്രതിനിധികൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കാരണം ഇവരുടെ പേരൊന്നും FIR മെൻഷൻ ചെയ്തിട്ടില്ല. അത്തരത്തിൽ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ഇപ്പോൾ ചെയ്തിട്ടില്ല. എന്നാൽ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇനി പാലക്കാട് ടൗൺ സൗത്ത് പോലീസും അതുപോലെ തന്നെ RDO വരണാധികാരി കൂടിയായ RDO ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ വരുന്ന നടത്തും. അത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമാണ് ഈ പേരുകൾ ഉൾപ്പെടെ, അതായത് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഈ പണം നൽകിയ സിമി സജീവ് നായർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള ചുമത്തി കേസെടുക്കാൻ സാധ്യത കാണുന്നത്. ഇപ്പോൾ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പോലീസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ, അതായത് ഇപ്പോൾ കളക്ടർ നേരത്തെ മുൻപ് പ്രതികരിച്ചിരുന്നു. കാരണം ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുക പോലീസ് ആയിരിക്കും. കാരണം വരണാധികാരിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവർ ഈ സിമി സജീവ് നായർ എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ സംഘത്തിലുണ്ടായിരുന്ന സിമി ഇവർക്ക് ഈ വയോധികയ്ക്ക് പണം നൽകിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. അതുമാത്രമല്ല, പണം നൽകിയ സംഭവത്തിലാണ് NDA പ്രതിനിധികൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന വ്യക്തികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.